നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് സൂര്യകാന്തിനെ വലിയ തോതിൽ മെരുക്കിയെടുക്കാൻ BJP നേതാക്കൾ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. പക്ഷെ അങ്ങനെയൊന്നും മെരുങ്ങുന്ന ടൈപ്പ് അല്ല അദ്ദേഹം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളിലൂടെ വ്യക്തമാക്കുകയാണ്. BJP എങ്ങനെയാണ് അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് അത് വലിയ തോതിൽ ആസ്തി അതിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർരേഖ പ്രതിപക്ഷം ഒന്നടങ്കം ഹർജികളുടെ രൂപത്തിൽ സുപ്രീം കോടതിയിലേക്ക് നൽകി കഴിഞ്ഞിരിക്കുകയാണ്. കൗശൽ വികാസ് യോജന പോലുള്ള പദ്ധതികൾ അത് വലിയ തോതിൽ അട്ടിമറിച്ച് വകമാറ്റി ചിലവാക്കി ആ പണം ധൂർത്തടിക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിലേക്ക് BJPയുടെ എലക്ഷൻ ഫണ്ടിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ ആസൂത്രണം നടന്നിരുന്നു എന്നുള്ളതിൻ്റെ സകലമാന തെളിവുകളും പുറത്തേക്ക് വരികയാണ്. ഇലക്ഷൻ കമ്മീഷനെതിരെയും അതുപോലെ തന്നെ BJP നേതൃത്വത്തിനെതിരെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശക്തമായ നീക്കങ്ങൾ തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയതോടെ മുൻകാലത്ത് ചീഫ് ജസ്റ്റിസുമാർ എടുത്ത നടപടികൾ ഒന്നുകൂടി കടുപ്പിക്കത്തക്ക വിധത്തിൽ അവരൊരുപക്ഷെ സൂചനകൾ നൽകിക്കൊണ്ട് ശക്തമായ നടപടി എടുക്കും എന്ന് താക്കീത് നൽകുകയാണ് ചെയ്തിരുന്നതെങ്കിൽ ഒരു പടി കൂടി കടന്ന് ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ജസ്റ്റിസ് സൂര്യകാന്ത് ശ്രമിക്കുന്നു എന്നുള്ളത് BJP നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു സൂചന നൽകിയിരിക്കുന്നത് ജ്ഞാനേഷ് കുമാറാണ്. സുപ്രീം കോടതി നടപടികൾ ഒന്നും ശരിയായ രീതിയിലല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ പറയാൻ എന്ത് ക്രെഡിബിലിറ്റിയാണ് അദ്ദേഹത്തിനുള്ളത്? ഈ രാജ്യത്ത് ഇന്ത്യയിൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട്, അതായത് മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ് ജ്ഞാനേഷ് കുമാറിനും സംഘത്തിനുമുള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഈ വിഷയങ്ങളെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മറ്റ് അംഗങ്ങൾ ശക്തമായ വിയോജിപ്പ് ജ്ഞാനേഷ് കുമാറിനോട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. വിവേക് ജോഷിയും അതുപോലെ മറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളും ശക്തമായി അതിനെതിരെ പ്രതിഷേധവുമായി വന്നിരിക്കുന്നു. അവർ പറയുന്നത് സുപ്രീം കോടതി തങ്ങൾക്കെതിരെ നടത്തുന്ന നീക്കം അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ഈ രീതിയിൽ പരസ്യമായ പ്രതികരണം നടത്തുകയാണെങ്കിൽ അത് കൂട്ടായ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാൻ പോലും താല്പര്യപ്പെടുന്നില്ല. കാരണം ജ്ഞാനേഷ് കുമാറിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ടാണ്. ഇലക്ഷൻ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചതിൻ്റെ ഒരു സൂചന ഗർവോടുകൂടി സ്മൃതി ഇറാനി പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് BJP ഇലക്ഷൻ ഫണ്ട് കണ്ടെത്തുന്നത്? എങ്ങനെയാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് പ്രക്രിയകളിൽ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ BJPയെ ശാസന നൽകിയിരുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന് മുമ്പ് തന്നെ BJPയുടെ ഇത്തരത്തിലുള്ള സോഴ്സുകളെ പരിപൂർണമായി വെട്ടിച്ചുരുക്കാൻ സുപ്രീം കോടതി നിർണായക നീക്കം നടത്തിയതാണ്. സുപ്രീം കോടതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പ് നൽകിയതായിരുന്നു. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലുണ്ട്.